കോട്ടൂർ അഗസ്ത്യ വനത്തിനുള്ളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ 4 മാസമായി പണം നൽകിയില്ല. വിദ്യാവാഹിനി പദ്ധതി പ്രകാരം ഓടുന്ന വാഹനങ്ങൾക്കാണ് സർക്കാർ പണം നൽകാത്തത്. ഇനിയും പണം ലഭിക്കാതിരുന്നാൽ വനത്തിലോടുന്ന 10 വാഹനങ്ങളും യാത്ര അവസാനിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. IDDP ആണ് പണം അനുവദിക്കേണ്ടത്. പണം അനുവദിക്കാത്തതിനാൽ അധികൃതരോട് ഡ്രൈവർമാർ വിശദീകരണം ചോദിച്ചെങ്കിലും ഫണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഡ്രൈവർമാർ പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ വനത്തിനുള്ളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവാത്ത സ്ഥിതി ഉണ്ടാവും. കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് കടുത്ത നടപടികളിലേക്ക് ഡ്രൈവർമാർ നീങ്ങാത്തത്. പക്ഷേ ഈ സാഹചര്യം തുടർന്നാൽ വാഹനങ്ങൾ ഓടിക്കാനാകാത്ത സ്ഥിതിയിലാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഫലമുണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. മുമ്പ് ഗോത്രസാരഥി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ വിദ്യാവാഹിനി എന്ന പേരിലേക്ക് മാറിയത്. ഉൾവനത്തിലുള്ള ആദിവാസി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ജീവൻ പണയം വെച്ചാണ് ഈ ഡ്രൈവർമാർ കൊണ്ടുവരുന്നത്. 150ഓളം കുട്ടികളാണ് വനത്തിൽ നിന്ന് വാഹനത്തിൽ കുറ്റിച്ചലിലെ സ്കൂളിലേക്ക് വരുന്നത്. മറ്റ് വനമേഖലകളിലും സമാനമായ സ്ഥിതിയുള്ളതായി ഇവർ പറയുന്നു. അപ്പൊ നമുക്ക് 4 മാസമായി വണ്ടിയുടെ വാടക കിട്ടിയിട്ട് പിള്ളേർക്ക് പരീക്ഷ അടുത്ത് വരുന്നുണ്ട്. അപ്പം വണ്ടിയിൽ ഡീസൽ അടിക്കാൻ തന്നെ ഇവിടുത്തെ സാഹചര്യത്തിൽ കടം വാച്ച് കെട്ടുതല്ലിയൊരു പണം വെച്ച സാഹചര്യത്തിലാണ്. അപ്പം ഡീസൽ അടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. പിള്ളേർ പരീക്ഷയും കൂടെ നമ്മൾ വണ്ടി നിർത്താതല്ലാതെ വേറെ സാഹചര്യമില്ല. കാരണം ഒന്നാമത്തെ വനത്തിലേക്ക് പോകുന്ന വണ്ടികൾ മൊത്തവും ടാർട്ട റോഡല്ല, കുണ്ടും കുഴിയും കല്ലും ഒക്കെ ആണ്. അപ്പം വണ്ടിയുടെ മെയിൻ്റനൻസ് വളരെയധികം കൂടുതലാണ്. ആഴ്ചയിൽ വണ്ടി പ്ലേറ്റ് പൊട്ടുന്നുണ്ട്, ആക്സിൽ ഒടിയുന്നുണ്ട്, അങ്ങനെ പല പണികളും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ കടം മാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 4 മാസമായി, ഇപ്പോൾ 4 മാസത്തിലധികമായി ഇപ്പം വണ്ടി ഓടി തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും ദിവസം നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് പൈസ എടുത്തും പലരിൽ നിന്ന് മാച്ചും കടം മാച്ചും ഭാര്യയുടെ കെട്ടുതാരിയുടെ പണയം വെച്ചാണ് നമ്മളിങ്ങനെ ഡീസൽ നടക്കുന്നത്. ഇനി ഇത് തുടർന്ന് പോയാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഡീസൽ അടിക്കാൻ തന്നെ വണ്ടി പലയിടത്തും വഴി കിടക്കേണ്ട അവസ്ഥ, പലയിടത്തും വഴി കിടന്നിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ വേറെ തുടർന്ന് അങ്ങോട്ട് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം അറിയിച്ചു, നമ്മളെല്ലാം വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അവർ പറയുന്നത് ഫണ്ടില്ല, പൈസ കിട്ടിയില്ല, പൈസ കിട്ടുമെന്ന്. അത് വണ്ടി എടുത്തപ്പോ ഇപ്പൊ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ പറയുന്നത് വണ്ടി ഓടണത്തര തരും. അപ്പോഴേ മുതൽ 1 മാസം പെൻഡിങ് ആയി, പിന്നെ 2 മാസം പെൻഡിങ് ആയി, പിന്നെ നിർബന്ധിതരാകും എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ മീഡിയക്കാരെ അറിയിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ 2-3 ദിവസത്തിനകത്ത് പൈസ കിട്ടിയില്ല എങ്കിൽ നമ്മൾ വണ്ടി ഓട്ടം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലാണ്. അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികളിൽ എത്താൻ വേണ്ടിയാണ് മീഡിയക്കാരെ നമ്മൾ അറിയിച്ചത്. നിങ്ങൾ ഔദ്യോഗികമായിട്ട് അവർ കത്ത് കൊടുത്തിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തില്ല. TA വിളിച്ച് പറഞ്ഞു, TA വിളിച്ചു പറഞ്ഞു, PA എല്ലാം വിളിച്ച് പറഞ്ഞു, പോയി കണ്ടു പറഞ്ഞു, സംസാരിച്ചു. ഔദ്യോഗികമായിട്ട് എഴുതി എല്ലാം ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, കൊടുത്തില്ല. കൊടുക്കാൻ വേണ്ടി TA അവിടെ വിളിക്കുമ്പോൾ TA അവിടെ ഇല്ല, PA അവിടെ ഇല്ല എന്നൊക്കെയാണ് ഫീൽഡിലാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അല്ല, ഓഫീസിൽ കൊണ്ടെത്തിക്കാമല്ലോ. നിങ്ങൾ രേഖാമൂലം കത്ത് കൊടുക്കും. അല്ല, രേഖാമൂലം നമ്മൾ കൊടുക്കാൻ PA കണ്ടല്ലേ കാര്യം പറഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം PA സ്ഥലത്തില്ല എന്ന് പറയുന്നത്. വിളിക്കുമ്പോഴത്തേക്കും PA എവിടെയെങ്കിലും നിൽക്കുന്നു പറയും. PA നേരിട്ട് കൊടുക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വന്ന് PA നേരിട്ട് കാണുന്നുണ്ട്, പോയിട്ട് സംസാരിക്കും. 2 ദിവസത്തിനകം തന്നില്ല എങ്കിൽ നമ്മളത് വണ്ടി നിർത്തി വയ്ക്കാനുള്ള സാഹചര്യമുള്ളൂ. കാരണം അടുത്ത 19-ാം തീയതി മുതൽ SSLC മോഡൽ എക്സാം തുടങ്ങിയത്. അപ്പം അതുവരെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിർത്താൻ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിച്ച് തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം.